പത്തേമാരി എന്ന ചിത്രത്തിൽ ഞങ്ങളുടെ മൊയ്തീനായി വേഷമിട്ടപ്പോഴും അദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ആ സമയത്തുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത്, അന്ന് പത്തേമാരിയുടെ ഷൂട്ടിംഗ് ദുബായിലും കോർഫുഖാൻ, ഫുജറ എന്നിവിടങ്ങളിലായിട്ട് നടക്കുന്ന സമയത്ത് ഒരു ദിവസം ശ്രീനിയേട്ടനെ ദുബായിൽ നിന്നും ഫുജറയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ഏറ്റെടുക്കുകയും, എന്നാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ഏറ്റെടുക്കാമെന്ന് അല്ലെങ്കിൽ ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് 5 മണിക്ക് മാത്രമാണ് ഹോട്ടലിൽ എത്തിച്ചേരാൻ സാധിച്ചത്. 2-3 ദിവസത്തെ ഷൂട്ടും മറ്റും കാര്യങ്ങളുമായി ഭക്ഷണം കഴിച്ചതിന് ശേഷം അറിയാതെ ഉറങ്ങിപ്പോയതായിരുന്നു. പക്ഷേ 3 മണിക്കൂറോളം അവിടെ കാത്തിരുന്നപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മുറിയിൽ AC ഇടാനോ ഫോൺ വിളിക്കാനോ ഒന്നും പറ്റാതെ അദ്ദേഹം അവിടെ കുടുങ്ങിയ ഒരവസ്ഥയായിപ്പോയി. ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് എൻ്റെ അടുത്ത് അന്ന് പെരുമാറിയത്. ഞാൻ പറഞ്ഞു, നിങ്ങളെയും കൂട്ടി ഞാൻ തന്നെ പോകണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഞാൻ ആ കാര്യം ഏറ്റെടുത്തത്. ഒരു 10-20 മിനിറ്റ് വണ്ടിയിൽ നിന്ന് സംസാരിച്ചിട്ടില്ലെങ്കിലും പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ശ്വാസമടക്കി പിടിച്ച് മിണ്ടാതെ ഉള്ളപ്പോൾ ഞാൻ ചോദിച്ചു, ശ്രീനിയേട്ടാ, 1 മണിക്കൂറിലധികം ഇനിയും യാത്ര ചെയ്യാനുണ്ട്. നിങ്ങളിങ്ങനെ ശ്വാസമടക്കി പിടിച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾക്കൊന്ന് എൻ്റെ അടുത്ത് പുറത്ത് തന്നുകൂടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എന്താണ് പൊറുക്കാനും മറക്കാനെന്നൊക്കെ ഉള്ളത്, ഇനി അങ്ങനെ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് വീണ്ടും നല്ല സൗഹൃദത്തിലായി. ഒരുപാട് രാഷ്ട്രീയവും സമകാലിക കാര്യങ്ങളും ഒക്കെ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ 2ാമത്തെ മകൻ്റെ സിനിമ വളരെ നന്നായിട്ടുണ്ട്, അത് കണ്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റയടിക്ക് പറയാണ്, ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞു, അതെന്താ, ഒരു അച്ഛൻ ഇത്രയും നല്ലൊരു സിനിമ മകൻ്റെ ഉണ്ടായി കണ്ടില്ല? ഞാൻ കണ്ടില്ല, അത്ര തന്നെ. കാലങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത് ധ്യാൻ ശ്രീനിവാസനും അദ്ദേഹം തമ്മിലുള്ള പ്രശ്നങ്ങളും, ധ്യാൻ ശ്രീനിവാസൻ വിദ്യാഭ്യാസം പോലും ചെയ്യാതെ കറങ്ങിക്കളിച്ച കാര്യവുമൊക്കെ. ഏതായാലും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന, എന്ത് ആവശ്യത്തിനും ദുബായിൽ വിളിക്കാറുള്ള ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു ഞാൻ. അഷ്റഫ്, EM അഷ്റഫും അതുപോലെ തന്നെ ആഷിഖും ആണ് ദുബായിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാറുള്ളത് എന്ന് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നൊമ്പരമായി അവശേഷിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും പ്രവാസികളുമായി ഒരുപാട് ബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചവർ, ഞങ്ങളുടെ ജില്ലയിൽ തന്നെയുള്ള ഒരുപാട് ആളുകളുമായി ആത്മബന്ധം പുലർത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ സഹോദരനടക്കമുള്ള, രാജഗോപാൽ അടക്കമുള്ള ആളുകൾ പ്രവാസ ഭൂമികയിലാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഡയമണ്ട് നെക്ലേസിലെ കഥാപാത്രവും ക്യൂബ മുകുന്ദൻ എന്ന അറബിക്കഥയിലെ കഥാപാത്രവും പത്തേമാരിയിലെ മൊയ്തീനും ഗദ്ദാമയിലെ റസാഖും ഒക്കെ തന്നെ ജീവിച്ച് കാണിച്ചത്. അതൊന്നും ഒരിക്കലും ഒരു കഥാപാത്രമായിട്ടുള്ള രീതിയിലല്ല പ്രവാസികളും മലയാളവും കണ്ടത്. നമ്മുടെ ഇടയിലുള്ള ഒരാൾ, നമ്മളിലൊരാളായിട്ട് തന്നെ ശ്രീനിയേട്ടന് മാറാൻ സാധിച്ചു. ഒരുപാട് ആത്മബന്ധങ്ങളും ഒരുപാട് നിലപാടുകളുമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം മലയാളക്കരയെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. കണ്ണൂരിൻ്റെ നഷ്ടം മാത്രമല്ല, കേരളത്തിൻ്റെ, മലയാളത്തിൻ്റെ, ഇന്ത്യൻ സിനിമയുടെ നഷ്ടം കൂടിയാണ് ശ്രീനിയേട്ടൻ്റെ ഈ വിടവാങ്ങൽ. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ.